വെങ്ങോല ചെമ്പാരത്തുകുന്നിൽ പ്ലൈവുഡ് കമ്പനിയുടെ ഭീമൻ ഇരുമ്പ് പുകക്കുഴൽ ഒടിഞ്ഞു വീണ സംഭവത്തിൽ പഞ്ചായത്ത് സമിതി സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 100 അടിയിലധികം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണ് സമീപത്തെ വീടിന് വൻ നാശനഷ്ടം സംഭവിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് സമിതി പരിശോധന നടത്തിയത്. വെങ്ങോല പഞ്ചായത്തിലെ ചെമ്പാരത്തുകുന്നിൽ പ്ലൈവുഡ് കമ്പനിയുടെ ഇരുമ്പ് പുകക്കുഴൽ ഒടിഞ്ഞ് സമീപത്തെ വീടിന് മുകളിലേക്ക് പതിച്ച സംഭവത്തിൽ പഞ്ചായത്ത് സമിതി സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് 100-ലധികം ഉയരം വരുന്ന ഭീമൻ ഇരുമ്പൻ പുകക്കുഴൽ വലിയ ശബ്ദത്തോടെ ഒടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു. തൊട്ടടുത്തുള്ള കളിസ്ഥലത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഇതിനു മുൻപും ഇതേ കമ്പനിയുടെ പുകക്കുഴൽ ഒടിഞ്ഞു വീണ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആദ്യം ഇത്രയും ഗ്രൗണ്ടേ ഞങ്ങൾക്കുള്ളൂ. അതിലാണ് ഞങ്ങളുടെ ഇത്രയും കുട്ടികളെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, എല്ലാരും കളിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അസുഖങ്ങൾ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടാണ് വരുന്നത്. അല്ലാണ്ട് ഇതിന്റെ പൊടിയും എല്ലാ ബുദ്ധിമുട്ടും കൊണ്ടുണ്ട്. ഒരു വെള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് അലക്കി ഉണക്കി എടുക്കാൻ പറ്റണില്ല. ഞങ്ങൾ ഷീറ്റിന്റെ അടിയിൽ അഴ കെട്ടിയിട്ട് ഉണക്കി എടുക്കുന്നത്. അത് വെള്ളം അലക്കി കഴിഞ്ഞാൽ അറിയാലോ, അത് കരിയാണ് അതിന്റെ ഉള്ളിൽ നിറച്ച്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടേ മതിയാകുള്ളൂ. ഞങ്ങൾ എന്ത് തന്നെ ഒരു തവണ അതിന്റെ ഉള്ളിൽ തീ പിടിച്ച് ഞങ്ങൾക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തന്നെ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ. പരാതികൾ ശക്തമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് സമിതി ഇവിടെ പരിശോധന നടത്തിയത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പഞ്ചായത്ത് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ പരാതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം. ആ പുകക്കുഴല് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒടിഞ്ഞു ചാടി. അന്ന് അപകടമുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും അത് ഒടിഞ്ഞു ചാടിയത് ഒരു വീടിന്റെ മുകളിലേക്കാണ്. അതിന്റെ ഉള്ളിൽ ആ സമയത്ത് ആളില്ലാത്തത് കൊണ്ട് ആളപായം ഉണ്ടായില്ല. വീടിന് പരിക്കുപറ്റി, വീടിന്റെ ഒരു ഭാഗം തകർന്നുപോയി. അതുപോലെ മലിനമായ അന്തരീക്ഷം കാരണത്താൽ ഇവിടെ കുട്ടികൾക്ക് അസുഖങ്ങൾ, പുകപടലങ്ങൾ ഉയരുന്നത് കാരണത്താൽ, അതിൻ്റെതായ വിഷപ്പുക കാരണത്താൽ കുട്ടികൾക്ക് ശ്വാസം മുട്ടും പ്രയാസങ്ങളും. ഡോക്ടർമാർ പറയുന്നത് ഇവിടുന്ന് മാറി താമസിച്ചോ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ജനിച്ചു വീണ ഈ മണ്ണിൽ നിന്നും ഞങ്ങൾക്ക് മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നാശകാരികളായ കമ്പനികൾ ഈ നാട്ടിൽ നിന്ന് നീങ്ങട്ടെ. അതാണ് ഞങ്ങളുടേതായ പ്രഖ്യാപനം. നീതി കിട്ടുന്നത് വരെ പോരാടണം എന്നുള്ളതാണ് പ്രദേശവാസികളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരാണ് പരിശോധന സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേക്കുറിച്ച് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണങ്ങളും അതിന്റെ വെരിഫിക്കേഷനും ഒക്കെ പൂർത്തീകരിച്ചു. ഇത് അന്വേഷിച്ച് ഇവർ റിപ്പോർട്ട് തരുന്ന മുറക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പ് നടപടിയിലേക്ക് കടക്കണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.